എന്തായാലും അതിശക്തമായിട്ടുള്ള മഴ ഒരു ഭാഗത്ത്, അതേപോലെ തന്നെ ആ കാറിൽ കയറാവുന്നതിലധികം യാത്രക്കാർ കയറിയിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുക. വാഹനത്തിൻ്റെ കാലപ്പഴക്കം ഇവയെല്ലാമാണ് ആലപ്പുഴയിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച അപകടത്തിന് കാരണമെന്നാണ് ആലപ്പുഴ RTO AK ദിലു അറിയിച്ചിരിക്കുന്നത്. കാറിൻ്റെ പഴക്കം ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നു. 11 വർഷം പഴക്കമുണ്ട് കാറിന്. 7 പേർക്ക് കയറാവുന്ന ആ വണ്ടിയിൽ കയറിയത് 11 പേരാണ്. അപ്പോൾ ഒരേ സമയം നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട്, അതേസമയം തന്നെ സ്വാഭാവികമായ കാര്യങ്ങളുമുണ്ട്. കാറിൻ്റെ പഴക്കമാണ് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുമ്പോൾ ആ പഴക്കം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്. കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, ഫീസുകളെല്ലാം അടച്ചിട്ടുണ്ട് എങ്കിൽ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് പറയാവുന്ന ഒരു നിയമലംഘന കാര്യം എന്ന് പറയുന്നത് 7 പേർക്ക് കയറാവുന്ന വണ്ടിയിൽ ഉണ്ടായിരുന്നത് 11 പേരാണ് എന്നുള്ളതാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ടതുമാണ്. നമ്മുടെ ഗതാഗത നിയന്ത്രണ മേഖലയിൽ നിയമലംഘനങ്ങൾ എത്രമേൽ ശക്തമായിട്ട് നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്നുള്ള നിലയിൽ കൂടി ആണ് ഒരു വാഹനത്തിന് പെർമിറ്റ് നൽകുമ്പോൾ ആ വാഹനത്തിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ കൂടുതൽ ആളുകളെ കയറ്റുക എന്ന് പറയുന്നത് നിയമലംഘനമാണ്. പലപ്പോഴും പോലീസ് അത് പിടികൂടാറില്ല, പ്രത്യേകിച്ചും കാറുകൾ പോലെയുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയധികം ആളുകൾ ഈ വാഹനത്തിൽ കയറി എന്നുള്ളത് അതിൻ്റെ അപകടത്തിൻ്റെ തീവ്രത കൂട്ടിയിരിക്കുന്നു. ഇന്നലെ രാത്രി കളർകോട്ട് KSRTC ബസ്സിൽ കാറിടിച്ചായിരുന്നു ഈ അപകടം സംഭവിച്ചത്. വാടകയ്ക്കെടുത്ത കാറായിരുന്നു. ആ വാടകയ്ക്കെടുത്ത കാറിൽ സിനിമ കാണാൻ പോവുകയായിരുന്നു ഈ വിദ്യാർത്ഥികൾ. പഴയ വാഹനം എന്നുള്ള കാര്യം RTO പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വാഹനത്തിൻ്റെ ബോഡി ദുർബലമായിരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പഴക്കമുള്ള വാഹനത്തിൻ്റെ ബോഡിയുടെ ശക്തി കുറയുമെന്നുള്ളതാണ്. അതായത് ചെറിയ ഒരു ഇടി പോലും അത്തരത്തിലൊരു വാഹനത്തിന് താങ്ങാൻ കഴിയില്ല. ഒപ്പം തന്നെ പഴക്കമുള്ള വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ ശേഷിയും കുറയും. ഗ്ലാസ്സിലൂടെയുള്ള കാഴ്ചയ്ക്ക് വ്യക്തത കുറയുന്ന അവസ്ഥ വരും. വൈപ്പർ പ്രവർത്തിക്കുമെങ്കിലും ഗ്ലാസ്സിൽ പലപ്പോഴും വെള്ളം തങ്ങി നിൽക്കും. ഇതൊക്കെ പഴക്കം ചെന്ന വാഹനങ്ങളുടെ പ്രത്യേകതകളും ദൗർബല്യങ്ങളുമാണ്. ടയറിൻ്റെ തേയ്മാനമുണ്ടാവും. ആ ടയറിൻ്റെ തേയ്മാനം മൂലം വാഹനം വേഗത്തിൽ തെന്നിമാറും. പ്രത്യേകിച്ചും അതിതീവ്ര മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ടയറിൻ്റെ തേയ്മാനം കാരണം ആ രീതിയിൽ വാഹനം വേഗത്തിൽ തെന്നിമാറുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലത്തെ ഈ അപകടത്തിൻ്റെ തീവ്രതയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കനത്ത മഴയാണ്. ഡ്രൈവർക്ക് റോഡ് കൃത്യമായിട്ട് കാണാൻ സാധ്യത ഉണ്ടാവില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. എതിരെ വന്ന വാഹനം ഏതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ ഒരു പക്ഷേ കാർ വലത്തേക്ക് വെട്ടിത്തിരിച്ചതായിരിക്കാം. അങ്ങനെ വലത്തേക്ക് വെട്ടിത്തിരിച്ചപ്പോൾ ബസ്സിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. കാറ് മിക്കവാറും 90 ഡിഗ്രി തിരിഞ്ഞാണ് ബസ്സിൽ ഇടിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ ഒരു ഭാഗത്ത് വരുന്നു. ബസ്സുമായി ഇടിച്ച ഭാഗത്തിൻ്റെ മറുവശത്തായതുകൊണ്ടാണ് കാറിൻ്റെ ഡ്രൈവർ അത്യാവശ്യം സുരക്ഷിതമായ രീതിയിലേക്ക് മാറിയത്. കാറിൽ തിങ്ങിഞ്ഞെരുങ്ങിയിരുന്നവർക്ക് ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായ പരിക്കേറ്റിരിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിൽ RTO AK ദിലു പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപകടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഹിറ്റ് പോയിന്റ് എന്നൊക്കെ പറയാവുന്ന കാര്യം, ഡ്രൈവറുടെ മുകളിലായി വരുന്ന ആർച്ച് ഭാഗത്താണ് അതിൻ്റെ ഹിറ്റ് പോയിന്റ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കാറിൻ്റെ മുകൾ ഭാഗം അകത്തേക്ക് വളഞ്ഞത്. ഇതിലേറ്റവും അധികം ആഘാതമേറ്റിരിക്കുക ഡ്രൈവർക്കായിരിക്കും. വാഹനത്തിൽ ഉണ്ടായിരുന്നവർ ഇടിയുടെ ആ തീവ്രതയിൽ മുന്നിലേക്ക് തെറിച്ച് പരസ്പരം ഇടിച്ചിരിക്കാമെന്നുള്ള ഒരു കാര്യവും കൂടി മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും 11 വിദ്യാർത്ഥികൾ കാറിലുണ്ടായിരുന്നു. ഇവർ തീർച്ചയായിട്ടും തിങ്ങി ഞെരുങ്ങിയായി ഇരുന്നിട്ടുണ്ടാവുക. പുറകിലെ സീറ്റിൽ 5 പേരുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു പക്ഷേ അപകടത്തിൻ്റെ തീവ്രത കൂട്ടിയിട്ടുണ്ട്. കാർ തെന്നിമാറി ഇടിച്ചതുകൊണ്ടാണ് മറുവശത്തിരുന്ന ഡ്രൈവർ രക്ഷപ്പെട്ടത് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഈ ഒരു ദൃശ്യങ്ങൾ കാണുന്ന ഈ ഇടിയുടെ തീവ്രത ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, 1 മീറ്റർ കൂടി കാറ് തെന്നിപ്പോയിരുന്നെങ്കിലോ വണ്ടി തെറിച്ചു പോയിരുന്നെങ്കിലും ഇടിയുടെ ആഘാതം കുറയുമായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. ഒപ്പം തന്നെ ഈ കാറിൽ എയർ ബാഗ് സംവിധാനം എന്നുള്ള ഒന്ന് ഇല്ലായിരുന്നു. ഡ്രൈവർക്ക് ഒരു പക്ഷേ പരിചയക്കുറവ് ഉണ്ടായിരിക്കാം. നേരത്തെ വിനയ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 മാസമേ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചിട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ABS എന്ന് പറയുന്ന ഒരു സംവിധാനം വളരെ പ്രധാനപ്പെട്ടതാണ് കാറിന്. അതായത് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് എന്ന് പറയുന്ന സംവിധാനം. ആ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സംവിധാനം ഈ കാറിന് ഇല്ലായിരുന്നു. പുതിയ വാഹനങ്ങളിലൊക്കെ അത്തരത്തിലുള്ള സംവിധാനം നിർബന്ധമാണ്. ആൻറ്റി ലോക്ക് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് വീൽ ലോക്കായിപ്പോയി. പെട്ടെന്ന് ഒരു വസ്തു
വഴിയിൽ കണ്ട് വെട്ടിത്തിരിച്ചുവെന്നാണ് കാറിൻ്റെ ഡ്രൈവർ പറയുന്നത്. ആ ഒരു കാര്യം ശരി തന്നെയാണോ എന്നുള്ള കാര്യം വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് RTO പറയുന്നു. ഈ സ്ഥലത്ത് ആ സമയത്ത് വന്നവരാരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഒരു വൈരുദ്ധ്യമായിട്ട് നിൽക്കുന്നുവെന്നും RTO സൂചിപ്പിക്കുന്നുണ്ട്. മഴ പെയ്ത് നനഞ്ഞു കിടന്ന റോഡിൽ കാർ തെന്നിയാണ് അപകട കാരണമെന്നാണ് DYSP സുനിൽ രാജ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇടയ്ക്കിടെ അപകടം നടക്കുന്ന ഒരു സ്ഥലമല്ല എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു അപകടം നടന്നത് ചങ്ങനാശ്ശേരി കവലയിലായിരുന്നു. മഴയിൽ ഡ്രൈവറുടെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാമെന്നാണ് DYSPയും പറയുന്നത്. എന്തായാലും കളക്ടർ RTOക്ക് വിശദമായിട്ടുള്ള അന്വേഷണത്തിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുകൂടി ഈ വാർത്തയോടൊപ്പം ഓർക്കേണ്ടതുണ്ട്. എന്തായാലും ഇവർ സിനിമയ്ക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ കാറിലുണ്ടായിരുന്ന പലരും ആ കാറിൽ കയറിയത്. പക്ഷെ തിരിച്ച് വരുന്നത് ജീവൻ അറ്റ് എന്നുള്ള നിലയ്ക്കാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുത്തു പറയേണ്ടത്, എന്ത് ചെയ്യണമെന്നറിയാതെ ഒരച്ഛനും അമ്മയും, ഈ അപകടത്തിൽ ഇരയായ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും, പാലക്കാട് ഭാരത് മാതാ സ്കൂൾ അധ്യാപകനാണ് ശേഖരിപുരം സ്വദേശി വത്സൻ, അഭിഭാഷകയാണ് ബിന്ദു. അവരുടെ മകനായ ശ്രീദീപ് ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. ഈ ശ്രീദീപ് ഈ അപകടത്തിലേക്ക് എടുത്തുചാടപ്പെട്ടത് സുഹൃത്തുക്കൾക്കൊപ്പം സിനിമ കണ്ടുവരാമെന്നറിയിച്ച് ശ്രീദീപ് രാത്രിയിൽ വീട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് തിരിച്ചു വരാത്ത ഒരു യാത്രയായി മാറി എന്നുള്ള നിലയിലേക്ക് കാണേണ്ടതുണ്ട്. ശ്രീദീപ് ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നുള്ള യാഥാർത്ഥ്യം അമ്മയ്ക്കും അച്ഛനും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സംസ്ഥാന ഹഡിൽസ് താരം കൂടിയായിരുന്നു ശ്രീദീപ്. രണ്ടാമത്തെ ശ്രമത്തിലാണ് എൻട്രൻസിലൂടെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനം നേടിയത്. എന്തായാലും ഒരേ ഒരു മകൻ ഡോക്ടറായിട്ട് വരുന്നത് പ്രതീക്ഷിച്ചിരുന്ന അവർക്ക് ഇനി ആ മൃതശരീരം ആണ് സ്വീകരിക്കേണ്ടി വരിക എന്നുള്ളത് കൂടി ഈ വാർത്തയോടൊപ്പം നാം കാണേണ്ടതുണ്ട്. അപകടത്തിൻ്റെ കാരണം എന്താണ് എന്ന് ഇനി അന്വേഷിക്കും. അതിൻ്റെ റിപ്പോർട്ടൊക്കെ വരേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ടൊക്കെ വരുമ്പോഴേക്കും ഇപ്പോഴത്തെ ഈ അപകടത്തിൻ്റെ തീവ്രത നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയും അടുത്ത അപകട വാർത്തയിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്.